ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇക്കെന്താ വേണ്ടാത്തക്ക? സൂപ്പറാ. എന്തെങ്കിലുമൊക്കെ പറ. എന്താ പറയാ, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ. അങ്ങനൊന്നല്ല, പറ നല്ലപോലെ. കുട്ടികളുടെ പഴവും ഇതെടുത്തോളി വെള്ളം ഉണ്ടോ ഗൈസ്? ഞങ്ങൾ ആദ്യം കാറി കയറി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉമ്മാനിപ്പാനി വെയിറ്റ് ചെയ്യാണ്. റൂമിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഓളെ കുട്ടനായിരുന്നു നോക്കാൻ പോയ്യ, അതൊക്കെ എൻ്റെ അമ്മ നോക്കണം. വെറുതെ പറയുന്നു ഗൈസ്, സത്യം. പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണ്? ഹലോ, അതെ. അപ്പോൾ ഗൈസ്, നമ്മൾ എങ്ങോട്ടാ പോണു? എങ്ങനെ സഹിക്കണം? എന്താ പ്രാങ്ക് വീഡിയോ ഉള്ള ഗൈസ്? നമ്മൾ എങ്ങോട്ടാ പോണു പറ. നമ്മൾ ടുഡേ ഗോയിങ് ടു നമ്മൾ പർച്ചേസിങ്ങിനാട്ടോ പോണു. ഇപ്പൊ പർച്ചേസിങ്ങിനാ പഞ്ഞു തന്നെ. യെസ്, സോ നമ്മൾ പർച്ചേസിങ്ങിനാ പോണേ. അതൊക്കെ 10 ദിവസം എന്തൊക്കെയോ ക്യാമറ കണ്ടിട്ട് കാട്ടിക്കൂട്ടുണ്ട് കേട്ടോ. 10 എങ്ങനെ ചിരിക്കുക? ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ഗായ് സോറി, ഹായ് ഗായ് സോറി. ആ, എന്താ വിശേഷം ചോദിക്ക്? ചായ അടിച്ചോ ചെയ്ത് അബ്ബടെ പോലെ ഭയങ്കര അലമ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ബൈ ബൈ പറ. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ. എന്താണ്? അപ്പോൾ നമ്മളവിടെ ലൈറ്റ് ഇല്ല കേട്ടോ. ഞാൻ ലൈറ്റിന് തൊട്ട് താഴെ കേട്ടോ. എങ്ങനെയാണ് ലൈറ്റ് ഇല്ല, അല്ല ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ പോണത് മരുമസ്കാരൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ടൈമില്ല കേട്ടോ. അപ്പം എന്തായാലും അവിടെ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ മാളിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന് ടവർ മാൾ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. നമ്മളിപ്പോൾ 2 ദിവസമായിട്ടോ വന്നിട്ട്. ഇപ്പോഴാണ് എന്താ പറയുക വീഡിയോ അപ്ലോഡ് ചെയ്യണത്. കുറേ വീഡിയോ ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട്, ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുക കേട്ടോ. പിന്നെ നമ്മൾ പോകാനായിട്ടോ. ഇനി അധികം ദിവസം ഇവിടെ ഇല്ല, 4 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ മേലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലിവിടെ ജ്വല്ലറി അങ്ങനെയൊക്കെ കേട്ടോ കൂടുതൽ കാണാനുള്ളത്. ഇങ്ങനെ ഓരോ ഷോപ്പ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ നേരെ പോയത് മേലേക്കാട്ടോ. ഇവിടെ കുറച്ച് ഇവിടുത്തെ തെമീമിൻ്റെ ഫോട്ടോ അങ്ങനെയൊക്കെ, തെമീമിൻ്റെ ഉപ്പാടെ അങ്ങനെ കുറേ ആളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറേ കാണാനുണ്ടായിരുന്നു. അവിടെയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, കുട്ടികൾ കളിക്കാൻ പറ്റാം. പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി മൊത്തം കവർ ചെയ്യുക കേട്ടോ. 10 ദിവസത്തിന് ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ സ്ക്രീന് കണ്ടിട്ട് പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. കുട്ടീനെ കണ്ട് പേടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണില്ല കേട്ടോ. പോകാൻ പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ ഇങ്ങോട്ട് വരിക കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ഇതേ പുറത്തേക്ക് പോയിട്ടോ. ഞാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, ഫോട്ടോ കാര്യങ്ങളൊക്കെ ആ ഏരിയയൊക്കെ കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കുറേ റീലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് എല്ലാവരും പോയിട്ടോ. കുറേ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കണം, കുറേ ഷൂട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. ചിലപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, ചിലപ്പോൾ ആ മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇക്കാൻ്റെ തെമീമ കേട്ടോ ഓഫീസിലെ ഇത് അതതിൻ്റെ ഉപ്പ ഇതാട്ടോ. ഇക്കാൻ്റെ തെമീമ് ബോസ് എന്നൊക്കെ പറയില്ലേ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഞങ്ങളുടെ അതൊക്കെ എടുത്തു. ഇക്കെ ഞാനുള്ളത് അങ്ങനെ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സെൽഫി ഫോട്ടോസ് കുറേ എടുത്തിട്ടുണ്ട് ഇക്കടെ ഫോണിൽ. പക്ഷേ എന്താ പറയുക, വീഡിയോ കാര്യം നമുക്ക് എടുത്തരാൻ ആളില്ലല്ലോ. പിന്നെ നമ്മൾ ഈ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് ഉമ്മാനെ കൊണ്ട് വീഡിയോ അടുപ്പിച്ചിരുന്നിട്ട് ഇക്കാൻ എടുക്കണം വീഡിയോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് 10 ദിവസം ഭയങ്കര കളിയായി. ചെറിയൊരു എന്തൊരു പ്ലേ ഗ്രൗണ്ട് കേട്ടോ, അധികമൊന്നുമില്ല. ഊഞ്ഞാലുണ്ട്, പിന്നെ ഇങ്ങനെ നരങ്ങണത്തുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും എനിക്ക് ബാത്റൂമിൽ പോകാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മൂത്രം കാര്യങ്ങൾ കഴിച്ചിട്ട് അങ്ങനെയൊക്കെ പോയി. അപ്പം 10 ഭയങ്കര വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പോകുന്നു കേട്ടോ കഴിക്കാനും. അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തി കൊടുത്തതാണ് കേട്ടോ.
പിന്നെ അവൾ എണീക്കണില്ല അവിടുന്ന്. പിന്നെ എനിക്ക് ക്യാമറയും അവളെയും മാനേജ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ വീഡിയോ ഓഫാക്കിട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടെ, മെയിനായിട്ട് അവൾ കളിക്കുന്നതായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങിക്കാട്ടോ ചെയ്തത്. പൊറോട്ടയും ചപ്പാത്തിയും വാങ്ങിച്ചു. പിന്നെ ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ മട്ടൻ മന്തി ഇക്കാൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനതാട്ടോ നൈറ്റ് കഴിച്ചത്. ഇക്ക പൊറോട്ട കഴിച്ചു. അപ്പം അതൊക്കെ അങ്ങനെ വീട്ടിൽ ഉണ്ടായിട്ട് ഫുഡ് പിന്നെ ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉച്ചക്ക് ലഞ്ചാട്ടോ മെയിനായിട്ട് ഇവിടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റോ നൈറ്റ് വല്ല ചപ്പാത്തിയോ പൊറോട്ടയോ കുബൂസ് അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ആയിരിക്കും. ഉമ്മ ചോറ് കഴിക്കും കേട്ടോ ഉച്ചക്കത്തെ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കണം. പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന വീഡിയോയും കാര്യം എടുത്ത്. ഇത് പർദ്ദ അബായ എടുത്തതാട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലേ, അന്ന് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അധികം റേറ്റ് ഇല്ലാതെ തന്നെ അടിപൊളി പർദ്ദ കിട്ടും കേട്ടോ. 45 റിയാല്. നാട്ടിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, നമ്മൾ പർച്ചേസിങ്ങിനാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻട്രോ കണ്ടതില്ലേ, പർച്ചേസിങ്ങാന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ കൂട്ടിയത് കേട്ടോ. പക്ഷെ പർച്ചേസിങ് ഒന്നും നടന്നില്ല കേട്ടോ. എന്തായാലും പോണതിൻ്റെ ഉള്ളിൽ ഇൻഷാല്ല ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെന്താ പറയുക വന്നത്, ചെറിയൊരു ബേബിനൊക്കെ കണ്ടപ്പോൾ അവൾ അതിനെ നോക്കുക കേട്ടോ. സാധാരണ കുട്ടികളെ കണ്ട് അവൾ വെറുതെ വിടാറില്ല. പിന്നെ കളിക്കണം മൂടായതുകൊണ്ട് അവൾ വല്ലാതെ അങ്ങോട്ട് പോണില്ല കേട്ടോ തൊടാനൊന്നും. പിന്നെ ലാസ്റ്റ് അവൾ വരുന്നില്ല കേട്ടോ. പിന്നെ ഇക്ക ഞങ്ങളുടെ കൂടെ വരുമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ നാട്ടിൽ. പക്ഷെ വരാൻ പറ്റില്ല. എനിക്ക് എന്തായാലും നെക്സ്റ്റ് മന്തൊക്കെ ലാസ്റ്റൊക്കെ ആയിട്ട് വരും ഇൻഷാല്ലാ. പിന്നെ ഞങ്ങൾ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. മറ്റാൾ വോയിസ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ കേട്ടോ അത്. ഇതാട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഉമ്മ അവിടെ നാട്ടിലേക്ക് വിളിക്കാതാട്ടോ ശബ്ദം കളിക്കുണ്ടാവും, എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട്. ചിലപ്പോൾ നിങ്ങൾ കളിക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഇത് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, ബത്തു അബ്ബനെ കണ്ടപ്പോൾ ഓടി പോവുക കേട്ടോ അബ്ബൻ്റെ അടുത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബത്തു ഉമ്മമ്മയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുക കേട്ടോ. ആരുടെ അടുത്തേക്ക് ബത്ത് പോകാൻ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബത്ത് 2 ആളുടെ അടുത്തേക്കും പോയില്ല കേട്ടോ. ബത്ത് ഒരാൾക്ക് സങ്കടമാവെന്ന് കരുതിയിട്ട് പകുതി വരെ പോകും, പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. പിന്നെ ഞാനൊക്കെ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബത്ത് ആരുടെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ആക്കിപ്പിച്ചിട്ടോ. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഇവിടെ അടിപൊളി തോന്നും. നാടൊരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി അവിടെ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു സങ്കടം എന്നല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഇല്ല. അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഉള്ളത് വെച്ച് ഹാപ്പി ആയിട്ട് ഭർത്താക്കന്മാരുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. വയ്ക്കാനെ സംബന്ധിച്ച് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആളെ തിരിയിട്ടാൽ പോലും കാണാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ ഫുൾ ടൈം കൂടെ ഉണ്ടാവും. ഫുൾ ടൈം മീൻസ് നൈറ്റ് എന്നാലും ഫ്രണ്ട്സുകളുടെ കൂടെ പോകും. എന്നാലും കൂടുതലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആൾ രാവിലെ പോയാൽ പിന്നെ നൈറ്റ് നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഇക്കാനെ ഓരോന്ന് പറഞ്ഞതാക്കിയിട്ട് വീഡിയോ എടുത്താട്ടോ. പിന്നെ നമ്മൾ താഴത്തേക്ക് എത്തി. പിന്നെ ഞാൻ ഈ ഷോപ്പിൽ കയറിയപ്പോഴേക്കും എൻ്റെ കൈ പിടിച്ച് വലിച്ച് മറ്റുള്ള കൊണ്ടുപോയി കേട്ടോ. പിന്നെ കേട്ടയും എടുക്കാൻ പോയ തക്കത്തിൽ ഞങ്ങളടുത്ത് ചൊല്ലടങ്ങി പോയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താൽ. പിന്നെ ഫുഡ് പാർസൽ വാങ്ങിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഒക്കെ ബൈ, അസ്സലാമു അലൈക്കും. ബത്തുൻ്റെ ഭാഷയും കരച്ചിലാണ് കേസ് ഇത്.